നമസ്കാരം, ഞാൻ സിജോ തിരുവപ്പുഴ. വെൽക്കം ടു മൈ ചാനൽ സോൾ ബിയോണ്ട് ടെക്. ജിയോ പൊളിറ്റിക്സിൽ മതങ്ങളിലെ ഫ്രിഞ്ച് ഗ്രൂപ്പുകളെയും ലെഫ്റ്റ് ലിബറലുകളെയും അതേപോലെ തന്നെ വൻകിട വ്യവസായികളെയും ഏതൊക്കെ തരത്തിലാണ് ഗ്ലോബലിസ്റ്റുകളും ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റും അതേപോലെ അമേരിക്കയും ചൈനയും ഉൾപ്പെട്ട വൻകിട രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ്. ഈ വിഷയത്തിലോട്ട് എത്താനുള്ള പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ 2 സ്ത്രീകൾ മരിച്ചു, കുറച്ച് കുട്ടികൾക്ക് പരിക്കേറ്റു. അതിനുശേഷം ഇന്നലെ വീണ്ടും ഒരു ചെറിയൊരു മിസൈൽ ആക്രമണം ഉണ്ടായി, അതിൽ കുറച്ച് ആൾക്കാർക്ക് പരിക്കേറ്റു. ഇത് രണ്ടും നടത്തിയത് കുക്കി തീവ്രവാദികളാണ് എന്നാണ് നിലവിൽ കിട്ടുന്ന വിവരം. അപ്പോൾ ഈ തീവ്രവാദികളുടെ കൈവശം എങ്ങനെയാണ് അത്യാധുനികമായ ഡ്രോണുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ മിസൈലുകളും ആക്കി എത്തുന്നത്? അതായത് ഇവർക്ക് കൃത്യമായിട്ടുള്ള വിദേശത്തു നിന്നുള്ള സഹായം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. അത് പണ്ടും കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മതങ്ങളുടെ ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഏതൊക്കെ തരത്തിലാണ് മറ്റ് രാജ്യങ്ങളിലോട്ട് അവർക്ക് ആക്സസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നമ്മളൊരു ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ഉദാഹരണമാണ് ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിൽ അമേരിക്ക നടത്തിയ അധിനിവേശം. അതിന് അവർ പറഞ്ഞ പല കാരണങ്ങളും അത് പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ, അതായത് അമേരിക്ക പറഞ്ഞു ഇറാഖിൻ്റെ കയ്യിൽ എത്രയോ വലിയ ആയുധങ്ങളുണ്ട്, ലോകം മൊത്തം നശിപ്പിക്കാൻ പറ്റിയ ആയുധങ്ങളുണ്ട്, ഒരു മേഖല മൊത്തം നശിപ്പിക്കാൻ പറ്റിയ ആയുധങ്ങളുണ്ട്, കെമിക്കൽ ബയോ വെപ്പൺസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇറാഖിൽ ജനാധിപത്യമില്ല, ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറാഖിൽ ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലുണ്ടായ കലാപത്തിന് ശേഷം കേരളത്തിൽ ചിലർക്ക് വളരെ സന്തോഷം ഉണ്ടാവുകയും ഇന്ത്യയിൽ തന്നെ പലർക്കും വളരെ സന്തോഷം ഉണ്ടാവുകയും ചില രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിശബ്ദത പാലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മതവിശ്വാസിയാണെങ്കിലും അവർ ബുദ്ധിപൂർവ്വം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഈ വിഷയമായിട്ട് കൂട്ടി വായിക്കും. കാരണം ഇറാഖ് നമ്മുടെ അറേബ്യൻ പെനിൻസുലയിലുള്ള ഏറ്റവും നല്ല രാജ്യങ്ങളിലൊന്നായിരുന്നു. അതായത് ജനാധിപത്യം ഉണ്ടായിരുന്നു, അത്യാവശ്യം ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതേപോലെ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും വളരെ ഉന്നതിയിലുള്ള രാജ്യമായിരുന്നു ഇറാഖ്. അതിൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരി ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ പോലും ആ രാജ്യത്തെ ഒരു നന്നായി തന്നെ അദ്ദേഹം മുന്നോട്ട് നയിച്ചിരുന്നു. ആ രാജ്യത്തിനെതിരെ പടപൊരുതാൻ ശ്രമിച്ച കുർദുകളെ അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കെമിക്കൽ ഇല്ലിയും കൂടെ നിഷ്കാസനം ചെയ്യുകയും അവരെ തീർത്ത് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന രീതിയിലോട്ടുള്ള അവരെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്ത് കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവരെ അടിച്ചമർത്തുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നും. അപ്പോൾ ഇതുപോലെയുള്ള രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ നടപടികളെടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു സദാം ഹുസൈൻ. സദാം ഹുസൈന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവ് കുവൈറ്റിനെ ആക്രമിക്കുകയും ആ ആക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഗ്ലോബലി അദ്ദേഹത്തിനെതിരെ നരേറ്റീവ് ബിൽഡ് നടക്കുകയും ചെയ്തു. പക്ഷെ ആ ആക്രമണത്തിലോട്ട് എത്തിച്ചതും അതിന് പുറകിൽ ലൂർ ചെയ്തതും അമേരിക്ക ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളാണെന്നുള്ളത് നമ്മൾ കാണാതെ പോയി. അതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞു, ഇറാഖില് നമ്മളെ ജനങ്ങളെ കൊല്ലാനുള്ള ആയുധങ്ങളുണ്ട്, മറ്റു രാജ്യങ്ങൾ ആക്രമിക്കാൻ ആയുധങ്ങളുണ്ട്, രാസായുധങ്ങളുണ്ട്, അവർ അണുവായുധം ഉണ്ടാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിൽ. പിന്നെ മാത്രമല്ല ജനാധിപത്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമേരിക്ക ഇറാഖിൽ ഇടപെട്ടു. സദാം ഹുസൈൻ എന്ന് പറയുന്ന ഭരണാധികാരിനെ അവർ തൂക്കിലേറ്റി. അദ്ദേഹം വളരെ, അതായത് ആധുനിക ചരിത്രത്തിൽ ഒരു വ്യക്തി എത്ര ധീരമായിട്ടാണ് ഒരു മരണത്തെ ഫേസ് ചെയ്യുന്ന ഒരു ഒരു മനക്കെട്ടി അദ്ദേഹം കാണിച്ചത്. ശരിക്കും ഞാൻ ആ വീഡിയോ പണ്ട് കണ്ടിട്ടുണ്ട്. അത് നമുക്ക് ആ വ്യക്തിയോട്, നമുക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ ധൈര്യം, ആ വ്യക്തിയുടെ ആർജവത്തെക്കുറിച്ച് എപ്പോഴും അത് വിസ്മരിക്കാൻ പറ്റാത്തൊരു കാര്യം. അത് മരണത്തെ ഒരു എന്താ പറയാ, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ല് പോലെ നേരിട്ടു, അല്ലെങ്കിൽ വിദേശിയുടെ അരഗൻസിനെ തൃണവൽക്കരിച്ചിട്ട് എന്ത് ചെയ്യുക, അതേപോലെ, അതായത് അത്രയ്ക്ക് ഒരു എന്താ പറയുക, മനസ്സിന്റെ ആ കരുത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രഭാവവും എല്ലാം കാണിച്ച ഒരു മൊമെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ തൂക്കിലേറ്റിലും അതേപോലെ തന്നെ ആ വിധി പ്രസ്താവിക്കുന്ന സീനോട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധകനായത് അത് കണ്ടതിന് ശേഷമാണ്. ആ വ്യക്തിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ നമ്മൾ വിലമതിക്കേണ്ടത് തന്നെയാണ് എന്ന് ഞാൻ ആ മൊമെന്റിൽ അന്നേ മനസ്സിലാക്കി. അപ്പം സദാം ഹുസൈനെ അവർ കൊന്നു. അതായത് സദാം ഹുസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. സ്വന്തം രാജ്യം വളരെ നല്ല രീതിയിൽ കൊണ്ടുനടന്ന ഒരു നേതാവായിരുന്നു.
അപ്പം ആ നേതാവിനെ കൊന്നു. ആ നേതാവിനെ കൊന്ന ശേഷം ഇന്നത്തെ ഇറാഖ് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കുക. ഇറാഖിൽ അതിനുശേഷം ഐസിസ് വന്നു. ഇറാഖിന്റെ പല മേഖലകൾ, കുർദ് മേഖലകൾ പോയി, ഷിയ മേഖലകൾ, സുന്നി മേഖലകൾ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു. ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ, അതേപോലെയുള്ള അനേകം തീവ്രവാദ സംഘടന എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുത്തു. അത് ഈ മിഡിൽ ഈസ്റ്റിലെ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം ആ യുദ്ധത്തിൽ നിന്നാണെന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇറാഖിന്റെ ഇന്നത്തെ അവസ്ഥയുണ്ട്. ഇറാഖ് തീർത്തും തകർന്നു പോയ ഒരു രാജ്യമാണ്. എത്ര നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ, എത്ര മനുഷ്യർ, എത്ര സ്ത്രീകളുടെ, എത്ര കുട്ടികളുടെ കണ്ണീര് വീണു ആ മണ്ണിൽ. അപ്പം ഈ പറയുന്ന ഇറാഖിനെ ആ തരത്തിലാക്കി തീർത്തത് USA ആണ്. അതേപോലെ തന്നെ ഇറാഖ് കഴിഞ്ഞു, അവരെ എങ്ങോട്ട് ഇടപെട്ടു? അവര് നേരെ നമ്മുടെ ഗദാഫിയുടെ ലിബിയയിൽ പോയി. ഗദാഫി ഒരു ആഫ്രിക്കൻ കറൻസി ഫോർവേഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ കൊന്നുകളഞ്ഞു. ആ രാജ്യം കുട്ടിച്ചോറാക്കി. ലിബിയ ഐസിസ് തീവ്രവാദികളുടെ കേന്ദ്രമാക്കി. അതിനുശേഷം അമേരിക്കയുടെ കണ്ണുപോയത് സിറിയയിലോട്ടാണ്. സിറിയ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിറിയയിലെ ഭരണാധികാരിക്ക് റഷ്യൻ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് കുറേയൊക്കെ പിടിച്ചിരുന്നു. എങ്കിലും സിറിയയുടെ കുറേ പ്രദേശങ്ങൾ ഐസിസ് അല്ലെങ്കിൽ അതേപോലത്തെ തീവ്രവാദ സംഘടനകളെ ഉപയോഗിച്ച് അമേരിക്ക നിയന്ത്രിച്ചു. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ പലതും ഈ തീവ്ര മതസ്ഥരെ ഉപയോഗിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ ആണ് നിയന്ത്രിക്കുന്നത്. എസ്പെഷ്യലി അമേരിക്ക ഖത്തർ വഴി തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കുന്നുണ്ട്. പണ്ട് സൗദി വഴി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ അവർ ആ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മാറി, സൗദി മാറി ചിന്തിക്കുകയും അവരൊരു നല്ല രീതിയിലുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കാരണം വെച്ചാൽ ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ഒരു പ്രസക്തി അവസാനിക്കുന്ന ഒരു നൂറ്റാണ്ടിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ മാറി ചിന്തിക്കുക, അവരുടെ രാജ്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഐസിസ് അല്ലെ ഇതുപോലെ തീവ്രവാദ സംഘടന കാശ്മീരിൽ നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആദ്യം ആയുധങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, വെസ്റ്റേൺ പവേഴ്സ് ആയിരുന്നു. അതിനുശേഷം അമേരിക്കയും താലിബാനും തമ്മിൽ യുദ്ധം നടന്നു. ലാസ്റ്റ് എല്ലാം താലിബാന്, അതായത് 20 വർഷവും കുറെ പ്രസിഡന്റുകൾ വന്നു മാറിപ്പോയ ശേഷം താലിബാനുമായിട്ടുള്ള യുദ്ധം താലിബാന് തന്നെ ഭരണം കൊടുത്ത് അമേരിക്ക അവസാനിപ്പിച്ച് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയി. പാകിസ്ഥാൻ ആയുധം കൊടുത്തു കാശ്മീരിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അതേപോലെ തന്നെ പാകിസ്ഥാനെ സഹായിച്ചു. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതേപോലെ തീവ്രവാദ ശക്തികളുടെ എല്ലാം പുറകിൽ വേറെ വലിയ രാജ്യങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾ അല്ലെ അവരുടെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് മതപരിവർത്തനവും മത തീവ്രവാദവും ഈ പറയുന്ന ഗ്ലോബലിസ്റ്റുകളുടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ ഒരു ടൂളാണ്. ഇത് മതങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് ഏതെങ്കിലും ഒരു തീവ്രവാദി എവിടെയെങ്കിലും 4 ബോംബ് പൊട്ടിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന മതസ്ഥൻ, അത് ഏത് മതസ്ഥനാണെങ്കിലും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ ഫുള്ള് മതപരിവർത്തനം നടത്തി എന്നതിൽ ആഹ്ലാദിക്കുന്ന ഒരു മതസ്ഥനാണെങ്കിലും അത് അവര് ബേസിക്കലി അവർ വിഡ്ഢികളാണെന്ന് മാത്രമേ എനിക്ക് പറയാം. അതായത് അവരുടെ മതത്തിന് മേൽ കരിവാരി തേക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്ന മത തീവ്രവാദം നടത്തുന്നവരും മതപരിവർത്തനം നടത്തുന്നവരും. അപ്പം ഇതിൽ ഈ മതപരിവർത്തനം നടത്തുന്ന ആൾക്കാർ ഏത് തരത്തിലാണ് രാജ്യങ്ങളുടെ അഖണ്ഡതയെ, രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ്. 1950-കൾക്ക് ശേഷം വ്യാപകമായി ഇരയാകുകയായിരുന്നു. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ആ മേഖലകളിലുള്ള മനുഷ്യരുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ മുതലാക്കുകയും അവരെ പലതരത്തിൽ ലൂർ ചെയ്യുകയും ചെയ്താണ് മതപരിവർത്തനം നടത്തുന്നത്. ഇപ്പൊ ലോകത്തെവിടെയാണെങ്കിലും മതപരിവർത്തനം നടത്തുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇത് പറയുമ്പോൾ പറയും, ഇല്ല, ഇത് അവർ വിശ്വാസം മാറുന്നതാണ്, അല്ലാതെ അതിലെന്താ തെറ്റ് എന്നൊക്കെ ചോദിക്കും. അത് പാവങ്ങളെ പറ്റിച്ച് വിശ്വാസം മാറ്റുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താ പറയുക, ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളൊക്കെ ചില നേരത്ത് പറയും ഈ ഷോക്ക് അടിച്ച ആൾക്കാർ വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പാസ്റ്റർ വരുന്നു, തൊടുന്നു, അന്നേരത്തേക്ക് ഷോക്ക് അങ്ങോട്ട് പോവുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ദൈവികമായ ആ പ്രാർത്ഥനയുടെ ശക്തി കാരണം ഷോക്ക് വേവ്സ് ഒരു 20 പേരെ 30 പേരെയൊക്കെ ഒറ്റയടിച്ച് അവിടെ വീഴ്ച കളയും. അങ്ങനെയുള്ള ഗിമിക്കുകളാണ്. അതായത് ഒരു മാജിക് അല്ലെങ്കിൽ അതിനുള്ള ഒരു തീം ഒരുക്കി അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഒരുക്കുക എന്നൊക്കെയാണ് അതിന് പറയുന്നത്. പലതരത്തിലുണ്ട്. നമുക്കതിൽ താല്പര്യമുള്ളവർ കാണും, താല്പര്യമില്ലാത്തവർ കാണും. അതെന്തും ആകട്ടെ.
എങ്കിലും ഈ പറയുന്ന മതപരിവർത്തനം എന്നുള്ളത് നോർത്ത് ഈസ്റ്റിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നോർത്ത് ഈസ്റ്റ് കേന്ദ്രീകരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് ട്രൈബുകൾ മതം മാറിയാൽ അവരെ സംവരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഈ ഒരു മേഖല പണ്ട് തൊട്ടേ അമേരിക്കയ്ക്ക് താല്പര്യമുള്ള വെസ്റ്റേൺ പവേഴ്സിന് താല്പര്യമുള്ള ഒരു മേഖലയാണ്. അതായത് ഇന്ത്യയുടെ വിഭജന കാലം തൊട്ട് തന്നെ ഈ മേഖല ഒന്ന് ഒരു അവരുടെ കൺട്രോളിൽ നിർത്തണമെന്നുള്ള ആഗ്രഹം അവർക്ക് പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ആ സമയത്ത് അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിന് ശേഷവും ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള പടനീക്കങ്ങൾക്ക് ശേഷം നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങൾ വിട്ടിട്ട് പോകേണ്ടി വന്നു. അല്ലെങ്കിൽ അവർ ആ ഒരു ഏരിയ വിടാൻ യാതൊരു സാധ്യത ആ സമയത്തേ ഇല്ലായിരുന്നു. കാരണം 1900-ത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് ഈ മേഖല ഒരു ക്രിസ്ത്യൻ നേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെ ആ മേഖല കയ്യിൽ വെക്കണം എന്നൊരു താല്പര്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണെങ്കിലും നോർത്ത് ഈസ്റ്റ് 1991 ശേഷം, അതായത് ചരിത്രം പരിശോധിച്ച എല്ലാവർക്കും മനസ്സിലാവും, 91 ശേഷം വ്യാപകമായി നോർത്ത് ഈസ്റ്റിൽ മതപരിവർത്തനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ സമയത്ത് ഭരിച്ചിരുന്നവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. കാരണം ഇപ്പം എന്താ പറയുക, ഒരു വ്യക്തിയെ പേരെടുത്ത് പറയാനുള്ള മടി കൊണ്ട് മാത്രമല്ല, അതിൽ നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള താല്പര്യക്കുറവും കൊണ്ടുമാണ് ഞാനത് വ്യക്തമായിട്ട് പറയുന്നത്. 1991 ശേഷം വ്യാപകമായിട്ട് നോർത്ത് ഈസ്റ്റ് മതപരിവർത്തനത്തിനുള്ള സർവ്വ സഹായവും ഡൽഹിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കൃത്യമായി തടയാൻ ആ സമയത്തുള്ള ഹിന്ദു ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുമില്ല. അത് പലരും ഇത് മനസ്സിലാക്കാത്ത കാര്യമാണ്. മതപരിവർത്തനം എന്ന് പറയുന്നത് ആ രീതിയിൽ മാത്രമാണെങ്കിൽ തന്നെ നമ്മൾ ആ രീതിയിൽ നമ്മൾ വിടുമ്പോൾ ഓക്കെ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് വിടുമ്പോൾ ഉള്ളതിൽ റിസ്ക് എലിമെന്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ശ്രദ്ധിച്ച് നോക്കിയറിയാം, നോർത്ത് ഈസ്റ്റ് ഓൾമോസ്റ്റ് ഫുള്ള് മതപരിവർത്തനം മാഫിയ മാറ്റി കഴിഞ്ഞു. അതിൽ കുറച്ച് ഏരിയ, അതായത് അരുണാചൽ പ്രദേശിന്റെ കുറച്ച് ഏരിയ, ത്രിപുരയുടെ കുറച്ച് ഏരിയ, മണിപ്പൂരിൽ കുറച്ചൊരു 50% അടുക്കുകയാണ്. 50% ഒന്നുമില്ല, 40% ഉള്ളൂ. ഈ മെയ്തേയ് വംശജരിൽ തന്നെ ഒരു 10% മതപരിവർത്തനത്തിന് ഇരയായവരാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീൻസ് അതിന്റെ ഡേറ്റ അങ്ങനെയാണ് കാണുന്നത്. അപ്പം ഇതെല്ലാം ഇവരെ രാജ്യത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു ശക്തി ഇവരെ നേടി എന്നുള്ളൊരു തോന്നലിലോട്ട് അവർക്ക് പോകുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് വിദേശ സഹായം വളരെ ശക്തമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മണിപ്പൂരിന്റെ കുറച്ച് ഏരിയ, അതേപോലെ തന്നെ മിസോറാമിന്റെ കുറച്ച് ഏരിയ, അതേപോലെ ബംഗ്ലാദേശിന്റെ കുറച്ച് സ്ഥലം, അത് മ്യാൻമാറിന്റെ കുറച്ച് പ്രദേശങ്ങൾ, അതേപോലെ ചിറ്റഗോങ് ഹിൽ ട്രാക്ക്, ഈ പറയുന്ന ഏരിയകളിൽ ഉൾപ്പെട്ട ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ബംഗ്ലാദേശിൽ വ്യാപകമായിട്ട് ഹിന്ദു വേട്ട, അതേപോലെ ന്യൂനപക്ഷ വേട്ടയും നടന്നിട്ട് ഒരു ചെറുവിരൽ വരെ അവർ എണീക്കിയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യുവാവിനെ തല്ലിക്കൊല്ലുന്ന ഒരു വീഡിയോ കൃത്യമായിട്ട് പുറത്തു വന്നിരുന്നു. അപ്പം അതിൽ നിന്നുള്ള ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു ഇഷ്യൂവും കൂടെ ഇവർക്കുണ്ട്. കാരണം ഇന്ത്യയിൽ ഇവരെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരാണ്, അതായത് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഈ പറയുന്ന വിഷയങ്ങളുടെ മേൽ ഇന്ത്യയിൽ ഉണ്ടായത്, അത് അവരുടെ ഇന്ത്യയിലെ ലോങ് ടൈം താല്പര്യങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് മണിപ്പൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ വീണ്ടും ഒരു കലാപം ആളിക്കത്തിക്കാൻ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ മതപരിവർത്തന ഗ്രൂപ്പുകളെ നമ്മൾ കാണേണ്ടതെന്നത് രാജ്യത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾ എന്ന തരത്തിൽ തന്നെയാണ്. ഈ മതപരിവർത്തനവും മത തീവ്രവാദവും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഇപ്പം അവർ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വിവിധ മേഖലകളിൽ അവരുടെയുള്ള ശ്രമങ്ങളും എല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, മതപരിവർത്തനം എന്നുള്ളത് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു മതത്തിലോ ഈ പറയുന്ന ട്രൈബ്സോ അല്ലെങ്കിൽ എന്താ പറയുക ജാതിയോ ഒന്നും അതിൻ്റെ ബുക്കുകൾ ഉപയോഗിച്ച് തെളിയിക്കാൻ പറ്റില്ല. അതായത് അവരുടെ മതഗ്രന്ഥം ഉപയോഗിച്ച് ഇതിലോട്ട് വേറെ ട്രൈബ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രൈബ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ ജാതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി തെളിയിക്കാൻ പറ്റാത്തത്രയും കാലത്തോളം ഈ പറയുന്ന അവകാശങ്ങൾ ഇവർക്ക് പ്രാപ്യമായി കിട്ടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മതപരിവർത്തന മാഫിയനെ നിയന്ത്രിക്കുക എന്നുള്ളത്, ഈ പറയുന്ന വിഷയങ്ങൾ അവർക്ക് അനർഹമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തടയുക, മാത്രമല്ല ഇവർക്ക് വരുന്ന വിദേശ ഫണ്ടുകൾ തടയുക, അതേപോലെ തന്നെ ഇവരെ തീവ്രവാദ നിലപാടുകൾ എടുക്കുന്നവരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പറയുന്ന മതങ്ങളും മതപരിവർത്തനവുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ബൈബിള് പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ട്. ബൈബിള് വായിച്ചതിൽ മനപരിവർത്തനം ഉണ്ടാകുന്നതിൽ തെറ്റില്ല. ഈ മതപരിവർത്തനത്തിന്റെ ആവശ്യകത എനിക്ക് ഒരിക്കലും ബോധ്യപ്പെട്ടിട്ടില്ല.
മാത്രമല്ല ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഏതൊരു നല്ല വ്യക്തിനെ, അതായത് ഇപ്പം നമ്മൾ മുഹമ്മദ് ആണേലും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ആണേലും അല്ലെ കൃഷ്ണനാണേലും അല്ലെ രാമനാണേലും എല്ലാവരും ഒരാൾ ആ വ്യക്തിയിൽ ഒരു നന്മ കണ്ട് ആ വ്യക്തിനെയും കൂടെ മനസ്സിൽ വെക്കുന്നത് വല്ല കൊള്ളാലോ, പുള്ളി എന്നെ എൻ്റെ ദൈവമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കല്പത്തിൽ എൻ്റെ മനസ്സിനൊരു കട്ടി പകരാൻ വേണ്ടി അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വരാൻ വേണ്ടി വിളിക്കാൻ നമ്മൾക്ക് മടിയുള്ള ഒരു ജനതയൊന്നുമല്ല നമ്മുടെ ഒരു ഭാരത സംസ്കാരം അനുസരിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല. അതായത് നമ്മൾ പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഓരോ വിഷയം പറയുമ്പോൾ ആ ദൈവമേ എന്ന് വിളിക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു മതത്തിന്റെ ഐഡിയലിനെ ആയിരിക്കും വിളിക്കുക. അപ്പം ഇത് നമ്മുടെ രക്തത്തിലുള്ള, ഈ ഭാരതീയരുടെ രക്തത്തിലുള്ളതാണ് ഈ മതസൗഹാർദ്ദം എന്നുള്ളത്. അതിന് കടക്കൽ കത്തിവെക്കുന്ന ഒരു ഇടപാടാണ് ഈ മത തീവ്രവാദവും മതപരിവർത്തനം. ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടൊന്നും താല്പര്യമില്ലാതെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരെ ആണ് ഇവരെല്ലാവരും സംശയത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതപരിവർത്തനവും മത തീവ്രവാദവും എത്രയും പെട്ടെന്ന് നമ്മൾ യാതൊരു തരത്തിലും അതിന് ലീനിയൻസ് കൊടുക്കാതെ അടിച്ചമർത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഇപ്പം ഈ ഇറാഖിലും അല്ലെങ്കിൽ സിറിയയിലും ഒക്കെ മരിച്ചു പോണ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു പോണ, അല്ലെ നോർത്ത് ഈസ്റ്റ് മരിച്ചു പോണ ഈ മനുഷ്യരെ എല്ലാം എന്തിനാണ്, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ തരത്തിൽ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലിസ്റ്റുകളുടെയും അതേപോലെ തന്നെ ചില വിദേശ രാജ്യങ്ങളുടെയും താല്പര്യവും അവരുടെ വ്യാവസായിക താല്പര്യങ്ങളും മാത്രമാണ് ഇതിലുള്ളത്. ഇതിലും മതം എന്നൊരു സാധനം അവര് കുറച്ച് മന്ദബുദ്ധികളായ മനുഷ്യരെ അതിലോട്ട് ലൂർ ചെയ്യാൻ വേണ്ടി, അവർക്ക് കുറച്ച് ടൂൾസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാത്രമാണ് അവരത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് അതേപോലെ ഇൻസ്റ്റഗ്രാം എല്ലാം, അതായത് ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് ഇവർക്ക് വേണ്ട പാർട്ടികളുടെ റീച്ച് കൂട്ടിക്കൊടുക്കുകയും അവർക്ക് താല്പര്യമില്ലാത്ത പാർട്ടികളുടെ റീച്ച് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടത് ഈ പറയുന്ന കോളനിവൽക്കരണം, അതായത് പഴയ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെ പഴയ ഒരു കോളനി ഭരണം ലോകത്തെല്ലായിടത്തും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇതില് എല്ലാ മതസ്ഥരും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടാണിത്, നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ ഭാരതീയ സംസ്കാരമാണ്. മതങ്ങൾ പലതും പുറത്തുനിന്ന് വന്നുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന മതങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും ഒരാൾ പോവുകയാണെങ്കിൽ അവനെ വിട്ടുകളയണം. കാരണം വെച്ചാൽ അദ്ദേഹത്തെ വിട്ടേക്ക്. കാരണം അങ്ങനെയുള്ള മനുഷ്യരെ തീർത്ത് കെട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു രാജ്യത്തിന് കടമ. ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇറാഖില് കുർദുകള് വിഘടനവാദത്തിന്റെ ഒരു സ്വരം ഉയർത്തിയപ്പം സ്വാഭാവികമായിട്ടും സദാം ഹുസൈൻ കുർദുകളെ അടിച്ചമർത്തുകയും അവരെ മര്യാദ പഠിപ്പിക്കുകയും ചെയ്തു. അതിപ്പോ ഇന്ത്യയിലാണേലും ആരാണേലും നമുക്ക് വേറെ മാർഗമില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ നടപടികൾ എടുക്കാൻ. നമ്മൾ ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. കാരണം വെച്ചാൽ ഈ ഒരു വിഭജനം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ യാതൊരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഏതൊരു ശ്രമത്തെ നമ്മൾ സർവ്വശക്തി എടുത്തും തടയുക തന്നെ വേണം. താങ്ക് യു.